ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗോപിനാഥിനെയും പാറുവിനെയുമാണ്. സത്യങ്ങൾ പാറു പറയാൻ ആരംഭിക്കുമ്പോഴേക്കും ഗോപിനാഥ് പറയുകയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മോളെ. ഗായത്രിയുടെ മരണത്തിന് പിന്നിൽ പ്രഭാവതിയാണെന്നും പ്രഭാവതി ആരാണെന്നും ഒക്കെ തന്നെ എനിക്കറിയാം. എന്നിട്ട് അച്ഛൻ എന്താ അത് ഇത്രയും നാളും ആരോടും പറയാതിരുന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ ഗോപിനാഥ് പറയുകയാണ്, അത് അങ്ങനെയല്ല മോളെ. ഞാൻ പറഞ്ഞ തന്നെ വിശാൽ വിശ്വസിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മോളെന്താണെങ്കിലും എടുത്തു ചാടി ഈ കാര്യം വിശാലിനോട് പറയാൻ നിൽക്കണ്ട. അവനും മോളെ വിശ്വസിക്കില്ല. കാര്യമായി എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ മോൾ എങ്ങനെ ഈ കാര്യം അറിഞ്ഞതെന്ന് ഗോപി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതച്ചാ, ലാപ്ടോപ്പ് കത്തുന്നതിന് മുമ്പ് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, മെമ്മറി കാർഡിലെ വീഡിയോ. അതില് ദേവമ്മ മരണത്തിന് മുമ്പായി പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രഭാവതി അമ്മയാണ് തന്നെ കൊന്നതെന്നും ഒക്കെ തന്നെ ഗായത്രി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഭാവതി എത്രമാത്രം ക്രിമിനൽ ബുദ്ധിയുള്ളവളാണെന്ന് മോൾക്കിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ട് മോള് കണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ തന്നെ വെച്ചാ മതി. മോള് പ്രഭാവതിയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഗോപി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പ്രഭാവതിയുടെ ഓരോ കള്ളത്തരങ്ങളും ഓർക്കുകയാണ് പാറു. ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് അവര് ഒരു ഫോട്ടോ കാണിച്ചിരുന്നല്ലോ. അപ്പോഴാണ് പാറുവിന് താനെന്ന് വിശാലമുത്ത് ഓഫീസിൽ പോയപ്പോ റോഡിൽ വെച്ച് പ്രഭാവതി ഫോട്ടോയിൽ കാണിച്ച ആളെ കണ്ട കാര്യം ഓർമ്മ വരുന്നത്. അയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊണ്ടുവരണം. അയാളെ മുന്നിൽ കൊണ്ടു നിർത്തിയാൽ ഒരു പക്ഷേ പ്രഭാവതി അമ്മയുടെ തനി സ്വരൂപം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ അവർ തിരികെ ഗായത്രി വില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയുമാണ്. വിശാൽ വീണ്ടും ആ കാര്യങ്ങളെല്ലാം ഓർത്തു നിൽക്കുമ്പോൾ പാറു പറയുകയാണ്, സർ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണോ ശരിയാകുന്നത്? തലനാരിഴക്കല്ലേ താൻ രക്ഷപ്പെട്ടത്. ആ നേരത്ത് ഞാനവിടെ എത്തിയില്ലായിരുന്നെങ്കിലോ എന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, സാർ, അത്രയും പെട്ടെന്നൊന്നും എന്നെ മുകളിലേക്ക് വിളിക്കില്ല. എനിക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. എന്തിനാ പാർവതി ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആദ്യം എന്റെ അമ്മയെ കൊണ്ടുപോയി, ഇപ്പോ ആരൊക്കെയോ ചേർന്ന് നിന്നെ കൊല്ലാനും ശ്രമിക്കുന്നു. ആരാവര്? അവരെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിശാൽ പറയുമ്പോ പാറു പറയുകയാണ്, വിശാൽ സാർ, ശത്രുക്കൾക്ക് എന്തെങ്കിലും പുറത്തു വന്നേ മതിയാകൂ. അവരെ നമുക്ക് കണ്ടെത്താനാകും. നമ്മള് കണ്ടെത്തിയിരിക്കും. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഒരു പതർച്ചയുമില്ലല്ലോ പാർവതി. എനിക്ക് അത്ഭുതം തോന്നുന്നെന്ന് വിശാൽ പറയുമ്പോ എല്ലാം ഉദയനൂരമ്മയുടെ ശക്തിയാണെന്നും വിശാൽ സാർ കൂടെയുള്ളപ്പോ എനിക്ക് എന്തിനാ ഭയമെന്നും പാറു ചോദിക്കുന്നു. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ വിശാൽ സാറ് എന്നെ രക്ഷിക്കുന്നത്. പാർവതി, ആ മെമ്മറി കാർഡിലെ വീഡിയോ നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ അതില് എന്താ കണ്ടത്? അമ്മയുടെ എന്ത് വിഷമമാ ആ വീഡിയോയിലുള്ളത്? ഇത് കേൾക്കുന്ന പാറു ഗോപി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അത് വിശാൽ സാർ ഏതോ ഒരു പിറന്നാൾ ദിവസം വിശാൽ സാറിന് സമ്മാനം തരാൻ വേണ്ടി ദേവമ്മ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ സങ്കടത്തിൽ വിശാൽ സാറ് ക്ഷമിക്കണം എന്ന് പറയുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വേറെ ഒന്നും ആ മെമ്മറി കാർഡിൽ ഇല്ലായിരുന്നോ എന്ന് വിശാൽ ചോദിക്കുമ്പോ പാറു പറയുകയാണ്, അത് പിന്നെ സാർ, ഞാൻ ആ ഒരു വീഡിയോ മാത്രമാ കണ്ടത്. അതില് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, അതില് ചിലപ്പോ ഇനിയും വീഡിയോയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിലോ? നമ്മളിനി എന്താ ചെയ്യുക? ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും സാർ എന്ന് പറഞ്ഞ് വിശാലിനെ ആശ്വസിപ്പിച്ച് പാറു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനെയുമാണ്. ജാസ്മിൻ സുശീലയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അല്ലമ്മേ, വിശാലിന്റെ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ സ്വത്തിന്റെ കാര്യമൊക്കെ അമ്മ സംസാരിക്കുന്നില്ലേ? നമുക്ക് ലീഗൽ നോട്ടീസൊക്കെ അയക്കണ്ടേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ്, എന്റെ മോളെ, എനിക്കെങ്ങും വയ്യ അതിന്റെ പിന്നാലെ പോകാൻ. ഇനി ചേട്ടന് എപ്പോഴെങ്കിലും എന്റെ ഭാഗം തരണമെന്ന് തോന്നുമ്പോൾ തരട്ടെ, അല്ലാതെ കേസിന്റെ പിന്നാലെ അലയാനൊന്നും എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, ഏതെങ്കിലും വിധേനെ എളുപ്പത്തി സ്വത്തടിച്ചു മാറ്റാമെന്ന് കരുതിയ ഇവര് അതിനും സമ്മതിക്കില്ല. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. പ്രതാപൻ പറയുകയാണ്, ചേച്ചി, അവൾ ആ തീ അപകടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമായേനെ. ഇതിപ്പോ അവൾക്കൊന്നും പറ്റിയത് പോലും ഇല്ലല്ലോ. ചേച്ചി, അവൾ എന്തെങ്കിലും കാര്യങ്ങള് വിശാലിനോട് പറഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യം തീർന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി പൊട്ടിച്ചിരിക്കുകയാണ്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കു പ്രതാപ. അവള് എന്തൊക്കെ വിശാലിന്റെ ചെവിയിലേക്ക് ഓതിക്കൊടുത്താലും അതൊന്നും നടക്കാനേ പോകുന്നില്ല. ആ വിധത്തിലാണ് ഞാൻ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിശാലിന് എന്നോടുള്ള വിശ്വാസം തകർക്കാനേ പാർവതിയെ കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല, നമുക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്ന ആ മെമ്മറി കാർഡും ഇപ്പോഴില്ലല്ലോ. പാർവതിക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും വിശാലിനോട് പറയണമെങ്കിൽ അത് അവൾ ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ നടത്തിയേനെ. എന്തോ ഒരു കാരണത്താൽ പാർവതിക്ക് ഇന്ന് വരെ അവനോടൊന്നും തന്നെ പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇനിയുള്ളത് ആ ശേഖരമേനോനാണ്. അയാൾ എന്താണെങ്കിലും കോമയിൽ നിന്നും എഴുന്നേറ്റ് വന്നൊന്നും പറയാനും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നവുമില്ല. നീ ഒന്ന് കൂളാകു പ്രതാപ എന്ന് പ്രഭാവതി പറയുമ്പോ പ്രതാപം പറയുകയാണ്, എനിക്ക് കൂളാകണമെങ്കിലേ ഒരു 30 ലക്ഷം രൂപ വേണം. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ ചോദിക്കുകയാണ്,
എന്ത് 30 ലക്ഷമോ? അത് പിന്നെ ചേച്ചി, ഞാൻ ഇന്നലെ ചീട്ട് കളിച്ചിരുന്നു. 30 ലക്ഷത്തിനാ കളിച്ചത്. പക്ഷേ ഞാൻ തോറ്റുപോയി. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ അവന്മാരെന്നെ പഞ്ഞിക്കിടും. നീ വിഷമിക്കാതെ, ഞാൻ എങ്ങനെയെങ്കിലും വിശാലിന്റെ അടുത്തുനിന്ന് പണം വാങ്ങിത്തരാം. ചീട്ട് കളിച്ച് തോറ്റുപോയതാണെന്നൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.